ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡെലിവറി ചലഞ്ചും എന്തൊക്കെ ഒരു ചലഞ്ചാണ്. അതായത് ഞാൻ ഇപ്പോൾ ഒരു ഫ്രൂട്ട് എന്ന് പറയും, ഞാനും നീ ആരെങ്കിലും ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിമക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടിൻ്റെ പേര് ചെയ്തും ഞാൻ നീയൊക്കെ ഇഷ്ടമുള്ള ഫ്രൂട്ട് ചെയ്തും അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറയും എനിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണ്, അപ്പോൾ അതാണ് നിമ എഴുതിയെന്നുണ്ടെങ്കിൽ നിമക്ക് 5 പോയിന്റ് കിട്ടും. അത്രേ ഉള്ളൂ, 5 പോയിന്റ് കിട്ടും. ഓക്കെ, നേരെ എത്ര റൗണ്ട് ഉണ്ട്? നമുക്കൊരു 10 റൗണ്ട് ഉണ്ട്. 10 റൗണ്ട്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ആര് പറയണ്ടേ? അത് പറയാം. അഞ്ചന ഞാനും പറയും, അഞ്ചന നീയും പറയും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അങ്ങനെ ഫസ്റ്റ് പറയും, പിന്നെ ഞാൻ പറയും. അങ്ങനെ ഫസ്റ്റ് ഞാനല്ലേ പറയണ്ടേ? നമ്മളിവിടെ ബുക്കും പേനൊക്കെ എടുത്തിട്ട് വെച്ചിട്ടാണ്, കണ്ടില്ലേ? എല്ലാവരും ബുക്കും പേനൊക്കെ എടുത്തിട്ടുണ്ട്. നീയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കൂല, ഞാൻ ഇവിടെ ഞാനിവിടെ ബുക്കിന്റെ അവിടെ ഉള്ളില് നീ കളറോ എനിക്ക് ഇഷ്ടപ്പെട്ട കളറോ? നീയൊക്കെ ഇഷ്ടപ്പെട്ട കളറോ? ഇഷ്ടപ്പെട്ട കളറ് ഞാൻ കളർ പണ്ടത്തെ കളറില്ല, അപ്പൊ മാറ്റിക്കണോ? പണ്ടത്തെ കളർ മാറ്റിക്കണോ? അതായത് ഞാൻ പറഞ്ഞു, എനിക്കറിയാം. എന്നാലും ഞാൻ പണ്ടത്തെ ക്യൂട്ട് കളറൊന്നല്ല. പണ്ടൊക്കെ ഒരു ക്യൂട്ട് കളറിന് പിരാന്ത് ഉണ്ടായിരുന്നു. ഗേൾസ് കളർ, ബോയ്സ് കളർ അങ്ങനെ ഉണ്ടാവില്ലേ? അതൊന്നുമില്ല. ഇൻ്റെത് പണ്ടത്തെ മാറിയിരിക്കണോ? ഇൻ്റെത് എനിക്കറിയാം. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇൻ്റെതും നീ എൻ്റെയും സെയിം അല്ല, ഒരിക്കലും അല്ല. ഓക്കെ, അപ്പോൾ അവിടെ ഗൈസ് ഒരു അങ്ങനെ അതിന് ഞാൻ ആൻസർ എഴുതി. ഞാൻ ആർക്കും കാണിച്ചിട്ടില്ല, നമുക്ക് ഒരിക്കലും കാണിച്ചിട്ടില്ല. അതെനിക്കറിയാം. കള്ളപ്പിസ്കൊന്നുമില്ല ഗൈസ്, ഈ കള്ളപ്പിസ്കിൻ്റെ ആൾക്കാരൊന്നും നാച്ചുറൽ കാര്യങ്ങളാണ്. ക്യൂസിനൊക്കെ എഴുതുമ്പോൾ പൊട്ടിപ്പിടിച്ചിട്ട് നാച്ചുറൽ കാര്യങ്ങൾ തന്നെയാണ് എഴുതുക. അപ്പോൾ ഓക്കെ, നമുക്ക് ഇത് പറയാം, റിവീൽ ചെയ്യാം. എൻ്റെ ഇഷ്ടപ്പെട്ട കളർ ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ട കളറ് ഗ്രീനോ? തെറ്റി, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ പണ്ടത്തെ ക്യൂട്ട് കളേഴ്സൊക്കെ മാറ്റിയിരിക്കണം. അപ്പോൾ എനിക്ക് ക്യൂട്ടും കവായി ഞാൻ ജേണലൊക്കെ ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ പോലും പർപ്പിൾ ആണ് ഞാൻ ജേണലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ അതല്ല. അല്ല. ഓക്കെ. ഇനി ഞാൻ ഫേവറേറ്റ് കളർ പറഞ്ഞിട്ട്, എൻ്റെ ഫേവറേറ്റ് കളർ വൈറ്റ്. എപ്പോഴും ഇതിൽ വന്നാലേ ഇതിൽ പറയും, ഇതിൽ വന്ന് ഇങ്ങോട്ട് പറയും അവളെ ഫേവറേറ്റ് കളർ പേർപ്പിളാണ്. ഇതിൽ ഇങ്ങോട്ട് പറയും, കണ്ടില്ലേ പർപ്പിൾ ഇതിൽ ഇങ്ങോട്ട് പറയും. ഇന്നാളെ ഇതിൽ വന്നപ്പോൾ പറഞ്ഞു ഓള് മാറ്റി ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ മറ്റേത് ഓള് പറഞ്ഞു സെയിം വീറ്റ്. ഇതിലോളത് സെയിം കളറാണ്. 5 മാർക്ക് പോയി. സീറോ. ബാക്കിലുണ്ട്, ബാക്കില് അതിനെ മാർക്ക് കിട്ടിയിട്ടില്ലല്ലേ? 0. ഓക്കെ, ഇനി അടുത്തത് ഞാനാണ് പറയാനുള്ളത്. ഞാൻ പറയട്ടെ, നമ്പേഴ്സൊക്കെ ഇട്ട് വെക്കട്ടെ ഗൈസ്. ഇത് എനിക്ക് കിട്ടുമെന്നൊക്കെ അറിയില്ല, എനിക്കും കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, വേഗം ഫുൾ നമ്പേഴ്സൊക്കെ ഇട്ട് വെക്കണം. നമ്മൾ രണ്ടാമത്തെയാണ് പറയുന്നത്. അങ്ങനെ കാണില്ല. അപ്പോൾ രണ്ടാമത്തെ ഞാൻ പറയട്ടെ. ഫേവറേറ്റ് ഫുഡ് എത്ര കാലം ഫുഡ് ഇട്ട് ഗൈസ്? ഹോട്ടലിൽ പോയി കിടക്കുമ്പോൾ എത്ര ഫുഡ് ഓർഡർ ചെയ്യും? എനിക്ക് പ്രത്യേകിച്ച് ഫുഡൊന്നുമില്ല. എനക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് അറിയില്ല. പക്ഷെ എനിക്കിഷ്ടമുള്ള പോലെ എനിക്ക് അറിയില്ല. പിന്നെ നോക്ക്, ഞാൻ എൻ്റെ ഇഷ്ടം ഫസ്റ്റ് എഴുതിയേക്കണം. ഞാൻ എൻ്റെ ഇഷ്ടം എഴുതിയേക്കണം. എനിക്ക് ഇഷ്ടമുള്ള പക്ഷേ നീൻ്റെ ഇഷ്ടമുള്ള എന്താക്കെ അറിയില്ല കേട്ടോ ഗൈസ്. ഞാൻ വെറുതെ എഴുതിയാണ്. എൻ്റെ ഇഷ്ടമുള്ള നോക്കണ്ട, നിൻ്റെ ഇഷ്ടമുള്ള നോക്കണം. ഞാൻ പറഞ്ഞില്ല, എനിക്കിഷ്ടമുള്ളത് കിട്ടി ഗൈസ്. ഞാൻ എന്നോട് പറഞ്ഞു എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല ഒരു ദിവസം. വെള്ളോ അതൊന്നും അത് കോമൺ ആയിട്ടുള്ള കാര്യമല്ലേ? അത് ഗൈസാണ്. ഇമ്രാനെ കാണിച്ചു തരാം. ഇമ്രാൻ ഇവിടെ പണി എടുക്കുകയാണ്. ഇമ്രാന്റെ കുട്ടീനേറ്റ് പണി എടുക്കുകയാണ്. അപ്പൊ ഗൈസ്, ഇമ്രാന്റെ വീഡിയോസ് വൈകാതെ വരുന്നതാണ്. പണിയൊക്കെ കഴിഞ്ഞിട്ട് വരും. ഇപ്പൊ ചോറൊക്കെ വെച്ചോണ്ടിരിക്കണ്ട. അപ്പൊ കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഞാൻ നേരത്തെ എന്നോട് ചോദിച്ചു. ഇനി ഞാൻ പറയട്ടെ, ഫേവറേറ്റ് ജിലേബി.
പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും എനിക്ക് എരി ഇഷ്ടമല്ല എനിക്ക് മധുരമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ മധുരാണ് ഇഷ്ടം. ഗീ റോസ്റ്റ് നെയ്ദോശ ഗീ റോസ്റ്റ് ഉണ്ടാവലുണ്ട്. ചിലപ്പോ മധുരം ഇല്ലെങ്കിൽ ഞാൻ പഞ്ചസാര. പക്ഷെ ഇപ്പൊ അടുത്ത് നമ്മൾ ജിലേബി ഉണ്ടല്ലോ. അതാ ഞാൻ ജിലേബി എനിക്ക് മധുരമുള്ള സാധനം മൊത്തം ഇഷ്ടം. പക്ഷേ മധുരമുള്ള ഫേവറേറ്റ് ഇതാണ്. എൻ്റെ ഇഷ്ടമുള്ള എന്താ പറയാ? എന്റെ ഇഷ്ടം പറയാ ഞാൻ ബിരിയാണി. കറക്റ്റ്. ബീഫ് ബിരിയാണി എനിക്ക് ഇഷ്ടം. എനിക്കും ആരും കല്യാണത്തിനൊക്കെ ആ ബീഫ് എനിക്ക് ബീഫ് ബിരിയാണി ഇഷ്ടം. പിന്നെ ജിലേബിയും ഗുലേബിയൊക്കെ പറയാൻ ബിരിയാണിയിൽ ബീഫ് ബിരിയാണിയാണ് ഇഷ്ടം. പക്ഷെ ചിലർക്ക് ബീഫ് തന്നെ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ അത് എല്ലാവരും ചോയ്സ് അല്ലേ, ഞങ്ങൾ ചോദിച്ചതാണ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2-5 അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയണ്ട്. ഞാൻ എനിക്ക് നിമന്റെ കാര്യം അറിയണമെന്നല്ല ഞാൻ പറയണ്ടേ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് സബ്ജക്റ്റോ അതൊക്കെ ഒന്നും ഇഷ്ടല്ല. എൻ്റെ ഇഷ്ടമല്ല ഇതല്ലേ? എൻ്റെ ഇഷ്ടമുള്ളതോ? എനിക്കെന്താ ഇഷ്ടം? എനിക്ക് എന്തോ ഇഷ്ടമാണ്. ഞാൻ ഗസ് ചെയ്താടോ നിമന്റെ. മിക്കവാറും നീ എൻ്റെ ശരിയാവുന്നതാണ് എൻ്റെ എന്തായാലും തെറ്റും. കാരണം ഞാൻ അവളെ സ്കൂളിൽ അല്ല എനിക്ക് അറിയില്ല. ചിന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട്. ഞാൻ പറഞ്ഞിക്കണോ? ഞാൻ 4ാം ക്ലാസ് ടീച്ചർമാരെ അനുസ്മരിച്ച് ഞാൻ പറഞ്ഞു. ഓക്കെ കഴിഞ്ഞു. കഴിഞ്ഞു. ഞാൻ മിക്കവാറും തെറ്റും. ഞാൻ എൻ്റെ ഇഷ്ടം ഏതാ? ബേസിക് സയൻസ്. തെറ്റി. എന്താ? ഹിന്ദി. ഹിന്ദിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ബേസിക് സയൻസ് ചെറുതായിട്ട് ഇഷ്ടമാണ്. എനിക്ക് സയൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ ശാസ്ത്രം പഠിച്ച പോലെ ഒരു ഫീലിംഗ് ആണ്. ഞാൻ ഹിന്ദിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് മലയാളം. ഇംഗ്ലീഷ് അല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമല്ല. എനിക്ക് മലയാളം ഇഷ്ടം. മലയാളത്തിൽ കുറേ കഥകളുണ്ടാവും. ഞാനൊരു കാര്യം പറയണം, പക്ഷെ എനിക്ക് ഈ ചലഞ്ചിൽ പറയാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം അതെന്താണ്. എനിക്ക് മാത്സ് ഇഷ്ടമാണ്. മലയാളക്ക് എല്ലാ സബ്ജക്റ്റും ഇഷ്ടം. ഞാനാണ് പറയാനുള്ള ചോദ്യം. ഈ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കെന്തോ എനിക്കൊരു 5 മാർക്കും നിങ്ങൾക്ക് 0 മാർക്ക്. അത്രയ്ക്കും ഇഷ്ടം. നീക്ക് 1 മാർക്ക് പോയി കിട്ടിയിട്ടാണ് ഞാൻ ഒന്ന് ശരിയാക്കി. എന്ത്? ഞാൻ ഒന്ന് പോലും ശരിയാക്കിയിട്ടില്ല. എനിക്ക് 5 മാർക്ക് കിട്ടി. ഞാനാണ് ചോദ്യം പറഞ്ഞുകൂടെ? ഞാൻ പറയട്ടെ. ഈ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ഞാൻ എനിക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ കാര്യം മാത്രമേ അറിയുള്ളൂ. ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എന്നോട് പറഞ്ഞിരിക്കണു ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ ശാസ്ത്രം തുടങ്ങിയിട്ട് ഫസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ട് അത് മൊത്തം കോമൺ ആയിട്ടുള്ളൊരു ഒരൊറ്റ വേർഡ് പറയാം. ഞാൻ എനിക്ക് ഓളിങ്ങനെ ആ സാധനത്തിന് വിളിച്ചവരുണ്ട്. അതാ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ വേറെ മാറ്റിയതാ. ഒരു മാർക്കിൽ നീ തരുമോ? ഇനി എൻ്റെ ഇഷ്ടമുള്ള ഞാൻ പറയട്ടെ. പറഞ്ഞോ. കഥ വായിക്കാൻ എഴുതാനും. ഞാൻ റീഡിങ് എഴുതിട്ടുണ്ട്. ഞാൻ റീഡിങ് വാങ്ങി നോക്കിക്കോ. ഞങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്ക് അറിയില്ല. പക്ഷെ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. ഞാൻ മതിയല്ലോ. വായിക്കാനൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ഇത് പറയാം. പാട്ട് പാടാൻ. ഓക്കെ. എന്റെ മനസ്സിൽ കുറെ ഉണ്ടായിരുന്നു. പക്ഷെ പാട്ട് പാടാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പോയിന്റ് കൊടുക്കണ്ട. ഉദ്ദേശം അതല്ലല്ലോ. ഉറങ്ങാനോ കിടക്കാനോ തിന്നാനോ പിന്നെന്താ? വെറുതെ ഇരിക്കുമ്പോ ഏതാ ഇഷ്ടം?
അത് എന്നോട് ഒരു ദിവസം പറഞ്ഞു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഗൈസ് ഈ ലോകത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാവോ, എനിക്ക് എഴുതാൻ നല്ല ഇഷ്ടമാണ്, എനിക്ക് ഹോംവർക്ക് എഴുതാനല്ല, എനിക്ക് ടീച്ചർ സ്കൂളിൽ പാടിയതിന്റെ ഇഷ്ടമാണ്, എന്റെ ഇഷ്ടമാണ്. പക്ഷെ ബാക്കിയുള്ളവർക്ക് എഴുതി കൊടുക്കണത് എനിക്ക് ചെറുതായിട്ടൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താ അറിയോ, നമ്മളിങ്ങനെ കളിച്ചുമ്പോൾ ഇങ്ങനെ എനിക്ക് ബുക്കും പെന്നും കിട്ടണം. എനിക്ക് ബുക്കും പെന്നും മനസ്സിലായി. അപ്പൊ ഗൈസ് എനിക്ക് 5 മാർക്ക് കൊടുക്കും. 5 മാർക്ക് എനിക്ക് എന്റെ ഒപ്പം കളിച്ചവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. എനിക്ക് 5 മാർക്ക്. ഓക്കെ, ഇനി 5ാമത്തെ ചോദ്യം. 5 മാർക്കോ? എനിക്ക് 5 മാർക്കിന് ഒരു ചോദ്യത്തിന് 5 മാർക്ക്. അങ്ങനെയാണ് ഞങ്ങള് 10 ചോദ്യം. അപ്പൊ 5ാമത്തെ ഫൈനലിലേക്ക് 5 മാർക്ക് കിട്ടിയത്. അപ്പൊ 5ാമത്തെ ചോദ്യക്കാർക്ക് മിഞ്ചി പറയാം. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ചെയ്യാൻ ഇഷ്ടമില്ല, അതായത് നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം എനിക്കിപ്പം എഴുതാൻ ഇഷ്ടമല്ലേ, അപ്പം എൻ്റെ ഇപ്പം എഴുതാൻ വരാതെ തടസ്സപ്പെടുത്തുന്നൊരു കാര്യം ഉണ്ടാവില്ലേ. ഇപ്പം നിമ ആ സമയത്ത് മനസ്സിലായി, നിമ ഇപ്പം ഒരു പഠിക്കാമെന്ന് വിചാരിച്ചോ, അപ്പം എനിക്ക് എഴുതാൻ ഇഷ്ടമാണല്ലോ, അപ്പം പഠിക്കല്ലേ കളിക്കാമെന്ന് വിചാരിച്ചോ, അപ്പം എനിക്ക് എഴുതാനല്ലേ ഇഷ്ടം. അപ്പം അതിനോട് വരുന്നില്ലെങ്കിൽ അപ്പം മനസ്സിലായില്ല. മിക്കവാറും എൻ്റെ തെറ്റും തോന്നുന്നു. 5 അല്ലേ? നിമക്ക് ഞാൻ തടസ്സം കൊടുക്കുന്ന കാര്യമാണ്. തടസ്സം കൊടുക്കണ്ടോ? എഴുതിയിട്ടുണ്ട് ഞാൻ, എനിക്ക് തോന്നുന്നതാണെന്ന്. തടസ്സം വരുത്തേണ്ട കാര്യമാ. അതായത് പിന്നെ ഞാൻ പിന്നെ കളിച്ചാൻ വിളിച്ചു, അപ്പം ഞാൻ തടസ്സം ചെയ്യുന്ന കാര്യം, ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിൻ്റെതാ അങ്ങനെ വേണ്ട, അതെന്താ തിൻ്റെ എന്താ? ഓക്കെ, നമുക്ക് നോക്കാം എന്താ. അപ്പൊ ഗൈസ് ഇടയ്ക്കിടയ്ക്ക് ഉമ്പറാണ് ക്യാമറയിൽ കാണിക്കണം, നിർബന്ധമാണ്. എല്ലാ നാട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് എൻ്റെ ഇഷ്ടമുള്ള ഞാൻ പറയട്ടെ. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം, എനിക്ക് കളിക്കാനുള്ള ഇഷ്ടം അല്ലേ? കളിക്കാൻ ഇഷ്ടം ഉണ്ടാവുമ്പോൾ അപ്പം ഞാൻ ഫോൺ കണ്ടിരിക്കലല്ലേ അല്ലേ അല്ലേ? അപ്പം എൻ്റെ ആൻസർ കറക്റ്റാണ്. ഓക്കെ, ഞാൻ എന്താ അറിയോ, കളിക്കാനും ഞാൻ കളിച്ചിരിക്കുവോ? അതല്ല, ഇത് കളിച്ചിരിക്കുവോ? ഇത് ഫോൺ കാണുമ്പോൾ ഞാൻ എന്നെ കളിച്ചാൽ വിളിച്ചുമ്പോൾ നമുക്ക് ഫോൺ കാണാം, നമുക്ക് ഉപ്പുമുളകും കാണാം, മറ്റേ ഉപ്പുമുളകും കാണാം. ഇങ്ങനെ ഫോൺ കാണുന്നത് ഇത് തടസ്സപ്പെടുത്തുക, അങ്ങനെ ഉദ്ദേശിച്ചേ? അപ്പൊ കറക്റ്റ് അല്ലേ? എൻ്റെ മനസ്സിൽ കുറെ ഉണ്ടായിരുന്നാലും അല്ലെങ്കിൽ വേണ്ട, കറക്റ്റ് അല്ല അല്ലേ? അത് കൊടുക്കാം, നമുക്ക് കൊടുക്കാം, പോവല്ലേ? എന്റെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഗൈസ് പാവം കൂട്ടില്ല, അത് ഞാൻ ചോദ്യം പറയാളെ ഞാൻ പറയട്ടെ. പറഞ്ഞോ? പറയട്ടോ, എന്തൊരു മനസ്സിലാച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. ഇതിനോട് ആകെ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ അത് മാത്രമേ ഇതുള്ളൂ. പണ്ട് പറഞ്ഞില്ല, ഇപ്പത്തെ ഫ്രഞ്ച് പാട്ടാണ് എൻ്റെ പാട്ട്. ഞാനൊന്നും ഫ്രഞ്ച് അത്ര, പക്ഷെ ഞാൻ ഇത് എനിക്ക് അന്ന് ഫ്രഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പറഞ്ഞുതരാം. ഞാൻ 2024 പാടിക്കൊണ്ടിരുന്നു. 2024 അല്ല 2023 പാടിയിട്ടുണ്ടാവും. പക്ഷെ സ്കൂൾ തുറന്നിട്ട് ഞാനത് നീ എൻ്റെ മുമ്പിൽ വെച്ച് ഉറക്കനെ പഠിച്ചില്ല. അല്ലാത്ത സമയത്ത് ഞാൻ നീ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഉറക്കനെ പാടുക. സ്കൂൾ തുറന്നിട്ടില്ല. അല്ല, നിമൻ്റെ അറിയാം, എനിക്ക് 0 മാർക്ക് കിട്ടിക്കോട്ടെ. അറിയില്ലെങ്കിൽ ഒരു വേറെ ഇടുക. എനിക്ക് എന്തെങ്കിലും ഇതാ അറിയില്ലെങ്കിൽ എഴുതാതിരിക്കും. 2024 ഞാൻ സ്കൂൾ തുറക്കാത്തതിന് മുമ്പ് ഞാനിങ്ങനെ ഉറക്കനെ പാടീനു കുറച്ച്. സ്കൂൾ തുറക്കാത്തതിന് മുമ്പേ? ഈ കൊല്ലം സ്കൂൾ തുറക്കാത്തതിന് മുമ്പ്.
ഞാൻ എൻ്റെ മുമ്പ് ഇങ്ങനെ ഓർക്കണം പാടില്ല. എനിക്ക് ഷോർട്സിൽ കണ്ട ഇഷ്ടം. അത് ഒരു റീലാണ്. ആൾക്കാരിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എടുക്കേണ്ട ഒരു പാട്ട്. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വീഡിയോ എടുക്കൂലേ, കൊറിയൻ ഡ്രാമ. അതൊന്നല്ല, ആൾക്കാർ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കും. അപ്പോൾ വെക്കേണ്ട ഒരു പ്രത്യേക സ്ഥലമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥലമാണ്. അങ്ങോട്ട് പോകുമ്പോൾ എടുക്കേണ്ട വീഡിയോയിൽ ഇടേണ്ട പാട്ട്. ഓക്കെ 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 കഴിഞ്ഞോ? ആറാമത്തെ ചോദ്യമാണ്. അറിയില്ല, ഞാൻ ബാങ്ക് കൊടുക്കുന്നു. അങ്ങനെ കേസ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് നിസ്കരിച്ചാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് വീഡിയോ എടുത്ത് കഴിച്ചാൽ. അപ്പം എന്താ കഴിഞ്ഞില്ലേ? നീ വേറെ ഇട്ട് നീ പറ. അപ്പം ഞാൻ വേറെ ഇട്ടിച്ചോണം. എൻ്റെ ഇഷ്ടമുള്ള പാട്ട് ഇത് പറ. ഞാൻ ഇരിക്കേണ്ടത് ഓള് പണ്ട് പറഞ്ഞ, അല്ലാതെ എന്നോട് ഒന്നും പണ്ടിലുള്ള ഇഷ്ടമുള്ള പാട്ട്. പറഞ്ഞു. അഴകുള്ള ഫാത്തിമ അല്ല, പിന്നെ അവൾ പറയുന്നു ഏറ്റവും ഫേവറേറ്റ് പാട്ട്. അത് പണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു, നേരത്തെ കഴിച്ച് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ട്രെൻഡ് പാട്ടാണ്. ഇപ്പോൾ ഫേവറേറ്റ് പാട്ട്. ട്രെൻഡ് ഒന്നുമല്ല, ട്രെൻഡൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങി. കഴിഞ്ഞ് പോയ പാട്ട് ഈ വർഷം തന്നെയാണ്. കൽബിനകമേ പാടണ്ട. കൽബിനകമേ മേജൊന്നും എഴുതിയിട്ടില്ലല്ല. ഞാൻ പറയട്ടെ. റബ്ബിയ സക്കറാറാനി റബ്ബിയ സക്കറാറാനി ഇഷ്കിന റൂഹി നീ ഗോപിക ഗൽഹാരാനി റബ്ബിയ സക്കറാറാ. ആ പാട്ടിന്റെ പേരൊന്നും അറിയില്ല. അതില്ലേ മക്കീക്ക് പോകുമ്പോൾ ആൾക്കാർ മക്കീക്ക് പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ റീലിലിടും. അപ്പൊ ഞാൻ ഓർത്തതാണ്, പക്ഷെ എനിക്ക് ആ പാട്ട് ഓർമ്മയില്ലേ. സ്ഥിരം അറിവില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഏഴാമത്തെ ദിവസം എനിച്ചാണ് പറയാനുള്ളത്. ഞാൻ പറയാം. ആലോചിച്ചു. ഫേവറേറ്റ് ടീച്ചർ. ടീച്ചറോ? എൻ്റെ ഫേവറേറ്റ് ടീച്ചർ പറയാം. എൻ്റെ ഫേവറേറ്റ് ടീച്ചറോ? അതൊക്കെ അറിയില്ല. അവളെ സ്കൂളിലെ ടീച്ചർമാരൊന്നും അറിയില്ല. തോന്നുന്നത് നിമക്ക് കിട്ടുന്നു. എൻ്റെ ഫേവറേറ്റ് ടീച്ചർ ഷാള. ഓക്കെ, 2 ടീച്ചർമാരാണ് നിമക്ക് ആകപ്പാടുള്ളത്. ആ 2 ടീച്ചർമാരിൽ പറ്റുള്ളൂ. പറ്റുള്ളൂ? പറ്റൂല. എല്ലാ വർഷത്തെയും ഈ വർഷം നമ്മൾ പഠിപ്പിച്ചില്ല എല്ലാ വിഷയത്തിൻ്റെ പറ്റൂല. ഇന്റത് ഉദ്ദേശിച്ചത് കഴിഞ്ഞ വർഷത്തേണ്. കഴിഞ്ഞ വർഷത്തല്ല, കുറേ വർഷം മുമ്പുള്ള. പറ്റൂല, ഈ വർഷത്തെ പറ്റൂല. എന്താ എനിക്കറിയില്ല. എൻ്റെ വേറെ വേറെ അല്ല, ഇനി എൻ്റെ സ്കൂളിൽ കഴിഞ്ഞ വർഷമായും ഈ വർഷമായും എൻ്റെ കൂടെ കുറേ ടീച്ചർമാരൊക്കെ ഇഷ്ടമാണ്. എന്നാലും അതിൽ കുറച്ചും കൂടി ഇങ്ങനെ ഇനി എൻ്റെ ഫേവറേറ്റ് നിങ്ങൾക്കിത് കിട്ടിക്കും മനസ്സിലായി. എൻ്റെ ഫേവറേറ്റ് ടീച്ചർ ഏതാ? സോഷ്യൽ ടീച്ചർ. എൻ്റെ 5ാം ക്ലാസ് ക്ലാസ് ടീച്ചറും ഈ വർഷത്തെ മലയാള ടീച്ചറും കൂടിയാണ്. ഇത് കാണുന്നുണ്ടോ അറിയില്ല. അപ്പൊ നീ 5 പറയാം. സുനീൽ ടീച്ചറാ. ഞാനിപ്പോ മാറ്റി. ഞാനത് മാറ്റി. എൻ്റെ ക്ലാസ് ടീച്ചർ തന്നെ എനിക്ക് ഇഷ്ടം. അപ്പോൾ പറഞ്ഞു അതെ. അപ്പം ടീച്ചർമാർ സഭ ഇടയ്ക്കിടക്ക് മാറൂല. കിട്ടുന്നിട്ടില്ല. ഞാൻ ആളുകളുടെ ഫാത്തിമ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് എനിക്കുണ്ട്. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഓള് നേരത്തിനോട് പറഞ്ഞാണ് കൗൺസിലർ ടീച്ചർ നല്ല തല്ലും എന്നൊക്കെ പറഞ്ഞാണ്. ഷിനെതിരാറ്റി തല്ലിയിട്ടില്ല ഗൈസ്. തല്ലിയിട്ടില്ല. അതൊക്കെ പേടിയാണ്. ഞാൻ വേറെ കുട്ടികളെ തല്ലി. എന്നാലും പോയിന്റ് നീതി വേണം തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ടീച്ചറോട് പറഞ്ഞു കൊടുക്കും. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയാം.
തന്നെ പറ മന്ത് മുന്തിയെ എനിക്ക് 10 മൂന്ന് മാർക്ക്. question ആണ് എനിക്ക് 10 മാർക്ക്. 10 മിനിറ്റ് വീഡിയോ ഓണാവുന്നുണ്ട്. സ്കൂൾക്ക് 10 മാർക്ക്. ഓക്കെ, ഞാൻ പറയട്ടെ. ഒരു ചോദ്യമല്ലേ? ഞാൻ പറഞ്ഞോളൂ ആലോചിക്കാതെ. അയച്ചു ആലോചിച്ച് നിന്നില്ലേ? ഞാൻ പറയട്ടെ. ഫേവറേറ്റ് ഡ്രസ്. ഓക്കെ, വീട്ടിൽ തന്നിരിക്കുന്നു. ഞാൻ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്നുണ്ട്. ആ കോമ്പിനേഷൻ എഴുതണം. അപ്പോൾ പാൻറ് ടോപ്പ് അങ്ങനെ അത് എഴുതണം. ഞാൻ കൂടുതലും എനിക്ക് അത്രക്ക് ഇല്ല അത്. പിന്നെ എനിക്കൊരു സാധനം കൂടി വേണം ഇടാന്. അതുകൊണ്ട് എനിക്കത് നല്ല ഫേവറേറ്റ്. നമുക്ക് ഞാൻ ചെറുപ്പം മുതൽ ഇട്ട് തുടങ്ങി. ഞാൻ ഇന്ത്യ കേട്ടോ. ഇന്ത്യയിലെ കൈസ് ഞാൻ ഓൾറെഡിയാണ് എഴുതിയത്. പക്ഷെ മനസ്സിലായി തെറ്റ് പറ്റി. അപ്പൊ ഗൈസ് എൻ്റെ ഇഷ്ടമുള്ള ഞാൻ പറയട്ടെ. അതിപ്പോ പറയാം. എൻ്റെ ഇഷ്ടമുള്ള പറയട്ടെ. കറക്റ്റ് ആൻസർ ഫ്രോക്ക്. ഗൈസ് ഇവർക്ക് പണ്ട് മുതലേ എവിടെ പോയാലും കുടുപ്പെടുത്തു തരും. കൊറേ വെട്ടിക്കുന്നു. ഫസ്റ്റ് എന്താ അറിയോ? ഷോർട്ട് ടോപ്പ്. പിന്നെ എന്താ അറിയോ? ബാഗി പാൻറ്. പിന്നെ അതൊക്കെ ഡൗട്ട് ബാഗി പാൻറ് ഓക്ക് അത്രക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് ബാഗി പാൻറ്. എന്നാ ഇതാ ചെയ്യും. ഞാൻ പറയട്ടെ. ഷോർട്ട് ടോപ്പ്. ഒരു കോമ്പിനേഷൻ ഞാൻ കോമ്പിനേഷൻ ഞാൻ പറയില്ലേ. എനിക്ക് ഷോർട്ട് ടോപ്പ് ബാഗി പാൻറ്റോട് ഇഷ്ടം. എനിക്കൊരു വൈറ്റ് ഷാളും കൂടി. ഞാൻ ഒരു ഷെഡിങ് കൂടി എഴുതി തരാഞ്ഞാന്ന്. ഒരു കോമ്പിനേഷന് പറ്റൂല. മാർക്ക് ടീച്ചർ മാറ്റി നിർത്തി. അതുകൊണ്ട് ഞങ്ങൾക്ക് തരില്ല. അതന്നെ സൗകര്യമില്ലേക്കും പോ. അല്ല ജിന്നോട് പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളതാണ്. ഞങ്ങൾക്ക് ക്ലൂ എടുത്തൊന്നില്ല. ഞാൻ മുണ്ടില്ല. അടുത്ത് പറയാം. ഫ്രോക്ക് എനിക്ക് 15 സൗകര്യം. അടുത്ത ടീച്ചാണ് പറയണ്ടേ. അടുത്ത ദിവസം എന്താ വെച്ചാൽ ഫേവറേറ്റ് ക്ലാസ്സോ? 1, 2 അങ്ങനത്തെ 1 മുതൽ 4 വരെ അങ്ങനെ എഴുതുന്നു. ഞാൻ 1 മുതൽ 4 വരെ. 1 മുതൽ 6 വരെ. അല്ല ഞാൻ 1 മുതൽ 4 വരെ എഴുതുള്ളൂ. ഞാൻ 1 മുതൽ 6 വരെ. എൽപിത്തെ മാത്രം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊക്കെ സംശയമുണ്ട്. ഇനി ഈ വർഷം എഴുതാൻ പറ്റില്ല കേട്ടോ. ഈ വർഷം നമുക്ക് പകുതി പറയാം. എനിക്കുള്ളതല്ല 1ാം ക്ലാസ്. എന്താ തേർഡ് സ്റ്റാൻഡേർഡ്. ടീച്ചറുള്ള ക്ലാസ്സല്ലേ ഇഷ്ടം? ക്ലാസ്സാണ് ഇഷ്ടം. പക്ഷെ ഞാൻ സീനിയർ ആകുമ്പോൾ നമുക്കൊരു വേറൊരു വില അല്ലേ. സീനിയർ കൊണ്ട് തീരെ ഇഷ്ടമല്ല. മടുത്തു. കുറച്ച് ദിവസം സീനിയർ ആകുമ്പോൾ വേറൊരു വിലയാണ്. ഓക്കെ, അടുത്ത ക്ലാസ് പറയാം. എനിക്ക് സംശയം ഉണ്ടായിരുന്നു 4ാം ക്ലാസ്. എനിക്ക് 2ാം ക്ലാസ് ഇഷ്ടം. 3ാം ക്ലാസ് നല്ല നല്ല വാർത്തകൾ ഇങ്ങോട്ട് പങ്കുവെക്കാം. 4ാം ക്ലാസ്സിൽ കുറെ കുട്ടികൾ തെറ്റിയാണ് നിന്നീണ്ട്. 4ാം ക്ലാസ് അല്ല നമുക്ക് കുറച്ചുകൂടി ഇഷ്ടം. പിന്നെ എനിക്ക് 4ാം ക്ലാസ് എനിക്ക് 4ാം ക്ലാസ് ഇഷ്ടം. എനിക്ക് സീനിയർ ആയ എന്തോ ഒരു മായാണ് ഗൈസ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. 4ാം ക്ലാസ്സിന് എനിക്ക് ഒരു 3000 രൂപ ഒക്കെ കിട്ടിയില്ലേ? 3000 എന്നിട്ട് തിരിച്ചില്ലേ? അതൊക്കെ തന്നെയാണ്. ഏത് ടീച്ചറോടെ നമുക്ക് മാർക്ക് കൂട്ടിയതിൻ്റെ ഒരുകൂടെ നമുക്ക് കുറച്ച് സ്നേഹം ഉണ്ടാവും. അങ്ങനെ എനിക്ക് ടീച്ചർ. അപ്പോൾ ഷോല് ഒരാൾക്ക് സിനിമ കിട്ടുന്ന പറയണ്ട. ആയിക്കോട്ടെ. ഓക്കെ, ഇനി ഞാനാണ് ചോദ്യം പറയാനുള്ളത്. 10ാമത്തെ ചോദ്യം ഗൈസ്. വെറും 10 മാർക്ക്. നീക്ക് 15 മാർക്ക്. പറഞ്ഞോളൂ അങ്ങോട്ട്. ഞാൻ പറയാം. നമുക്ക് ഇഷ്ടപ്പെട്ട സമയം വെച്ചാല് നമ്മള് ഇങ്ങനെ ഉണ്ടാവില്ലേ, രാത്രി, ഉച്ച, രാവിലെ, അങ്ങനത്തെ വരെ. അനക്ക് ഇഷ്ടമുള്ളത് അനക്ക് ഇഷ്ടം. എനിക്ക് അതൊക്കെ ഇഷ്ടം. ഞാൻ
ഏതാ ഇഷ്ടം പറ. എനിക്ക് രാത്രി ഇഷ്ടം. ഇതിന്റെ പേനല്ല, ഇതാണ് എന്റെ പേന. ഗൈസ് എനിക്ക് ഗൈസ് ഫൈനലി എന്റെ പകല എഴുതിക്കണ്ടല്ലേ. ഞാൻ രാത്രി. ഈ കേളി മോർണിംഗ് ഇഷ്ടം. പുലർച്ചെ 15 ചോദ്യം കൂടി ഞാനോട് പറഞ്ഞു ഗൈസ്. കാരണം എനിക്കുണ്ടല്ലോ അത് മൈസൂർ പോയപ്പോ തന്നെ ആ രാവിലെ എനിക്ക് രാത്രി പോണത് എനിക്ക് ഇരുട്ടത്ത് സഞ്ചരിക്കണത് തീരെ ഇഷ്ടമല്ല. ഇതിൽ വരുമ്പോ നൈറ്റ് ഔട്ടിങ് ഒക്കെ പോകണ ഇഷ്ടമാണ്. പക്ഷെ അല്ലാതെ പിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. അപ്പൊ ഉണ്ടല്ലോ മൈസൂർക്ക് പോയ സമയത്ത് എനിക്ക് ഇരുട്ടത്താണ് ഞാൻ സഞ്ചരിക്കുന്നത്. 3 മണിക്ക് സഞ്ചരിക്കുന്നത്, ഇരുട്ടാണ്. അപ്പോൾ എനിക്കിഷ്ടമായി. അവിടെ കോളിമോൾ നല്ല ഇഷ്ടമാണ്. രാവിലെ നീച്ച മഞ്ഞ് പോലെ മണാലി എത്തിയ ഫീലിംഗ് സെറ്റാണ്. അപ്പം അപ്പോൾ ഗൈസ് നമുക്ക് ടോട്ടൽ മാർക്ക് കൂട്ടിയിടാം. ഞാൻ ഫോട്ടോ നമുക്ക് കൂട്ടി 5, 10, 20. ടോട്ടൽ എന്താ പറയാ, എത്രക്കാണ്? 50ക്കാണ്. ഗൈസ് ഇതിന്റെ ഫൈനൽ മാർക്ക് ഉണ്ടായിരിക്കേ വിന്നർ ആയിട്ടുള്ളത് ഞാനാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഗിഫ്റ്റ് തന്നാ എനിക്ക് 10 കേട്ടോ ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇതുവരെ ഈ ചോദ്യങ്ങളൊന്ന് വായിക്കാം. ഒന്നാമത്തെ ചോദ്യം ഫേവറേറ്റ് കളർ ഗ്രീൻ, എന്റെ വൈറ്റ് ആണ്. രണ്ടാളും തെറ്റി, ഞങ്ങൾ രണ്ടാളും പർപ്പിളാന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഫേവറേറ്റ് ഫുഡ്. അപ്പൊ ഇന്റെ ഓള് തെറ്റിച്ചു, ഞാൻ ഓളത് ശരിയാക്കി. ഓളത് ബിരിയാണി ഞാൻ ശരിയാക്കി, ചിക്കൻ ബീഫ് ബിരിയാണി. അപ്പൊ പിന്നെ ഇന്റത് ജിലേബി കഴിഞ്ഞു, ഓള് കൊളാക്കി. ഓള് എഴുതിയിട്ടുണ്ട് ജിലേബി മാത്രല്ല ഐസ്ക്രീം. പിന്നെ ഓള് ഗീ റോസ്റ്റ്. പിന്നെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്. അതിൽ ഹിന്ദി സബ്ജക്ട് ബേസിക് സയൻസ് ആണ്. അത് നീമ തെറ്റിച്ച് ഞാൻ ഹിന്ദിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്റെ ഫേവറേറ്റ് സബ്ജക്ട് കൊടുക്കൂല. ഞാൻ പറഞ്ഞുതരാം. ഞാനതൊരു കാരണം അവസാനം പറയാൻ പറഞ്ഞു. എനിക്കില്ലേ മലയാളം ഇഷ്ടം എന്താ അറിയോ, എനിക്ക് അതിൽ കഥകളൊക്കെ ഉണ്ട്. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് മലയാളം, എനിക്ക് ഇംഗ്ലീഷ് വായിച്ചറിയാം. ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം അത് പറഞ്ഞേ. അവള് റീഡിങ് ചെയ്ത് സെറ്റ്. എനിക്ക് കഥ എഴുതാൻ പോയി മുങ്ങി തന്നെ. എനിക്ക് ഈ കഥ ഞാനൊരു കഥ എഴുതാൻ തുടങ്ങിയിരിക്കുന്നു. ഫുള്ളാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ബുക്ക് എഴുതിക്കോട്ടെ. പക്ഷെ കാര്യത്തിനാക്കണ്ടേ അത് ഓൾറെഡി ഇന്റെ തെറ്റിച്ചേക്കണോ? എന്റെ തെറ്റിച്ചെന്താ? ഇനി തടസ്സം വരുത്തുന്ന കാര്യം. ഞാൻ തടസ്സം വരുത്തുന്ന കാര്യം വെച്ചാൽ ഫോൺ കാണലാണ്. നിങ്ങൾ തടസ്സം വരുത്തുന്ന കാര്യം ഇല്ല ശരിയായിക്കൊണ്ടോ? ഇല്ല തെറ്റിക്കണു തോന്നണു. അപ്പൊ ഞാൻ കളിക്കാൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ കളിക്കാൻ ശരിയല്ലേ? ആണ് ശരി തന്നെയാണ്. എനിക്ക് 15 അടുത്തത് ഇത് ഫേവറേറ്റ് സോങ്. രണ്ടാളും തെറ്റി. ഞാൻ അടുക്കള ഫാത്തിമ എഴുതി. ഷോൾക്ക് എന്താ അടുത്തത് ഫേവറേറ്റ് ടീച്ചറാണ്. ടീച്ചർ രണ്ടാളും തെറ്റി. അല്ല ഇന്റെ ശരിയായി. കള്ളപ്പിസ്കാട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യന് ഫേവറേറ്റ് ഡ്രസ്സാണ്. വെയർ ചെയ്യാൻ ഇഷ്ടമുള്ള ഡ്രസ്സ്. അത് ഓളിൻ്റെത് ശരിയാക്കിയിട്ടില്ല. തെറ്റിച്ചില്ലേ? ഞാൻ ഷോർട്ട് ടോപ്പ് എഴുതിയിരിക്കുന്നു. ഷോർട്ട് ടോപ്പ് എഴുതണ്ട വെച്ചാൽ ബാഗി ഫാൻ ഇട്ടിട്ടേ ഇഷ്ടമാണ്. പിന്നെ നിമ്മൻ്റെ ഫ്രോക്ക് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ഫേവറേറ്റ് ക്ലാസ് ആണ്. തേർഡൊന്നും ഞാൻ ഉദ്ദേശിച്ചു. പക്ഷെ അവൾക്ക് തേർഡല്ല ഇഷ്ടം, നമുക്ക് ഫസ്റ്റ് ആണ് ഇഷ്ടം. ഞാൻ തെറ്റിച്ചു. നിമ്മ എൻ്റെ ശരിയാക്കിയിട്ടില്ല. അപ്പോൾ ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സമയമാണ്.
എന്റെ ഫേവറേറ്റ് സമയം ഏർലി മോർണിംഗ് നിമ്മയുടെ ഫേവറേറ്റ് നൈറ്റും ആണ്. നിമ്മ ധരിച്ചു ഞാനുള്ളത് ശരിയാക്കി. അപ്പോൾ എന്ത് വീഡിയോ ഇത്രയുള്ള അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.